ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം, ഒരു പുരുഷൻ്റെ മനഃശാസ്ത്രപരമായിട്ട് ഞാൻ രണ്ടുമൂന്ന് വ്യത്യാസങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ, സ്ത്രീ ഒരു സമയത്ത് 10 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കും, പുരുഷനോ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയുള്ളൂ. കണ്ട ഒരു വ്യത്യാസം കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിന്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലരുത്. കാരണം അവൻ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ, നിങ്ങൾ ഒരു സമയത്ത് ഒരു കാര്യമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കുടുംബത്തിൽ അത് ചെയ്യും. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ ഭാര്യ ചെയ്യുന്നതിനകത്ത് ഒരുപാട് അപാകതകൾ വരും. കാരണം അവൾ ഒരു സമയത്ത് 10 എണ്ണം ചെയ്യും. ഉടനെ അങ്ങോട്ട് പാല് കാച്ചി, ഉടനെ അവിടെ അങ്ങോട്ട് പിന്നെ അടുപ്പി തീ കത്തിച്ചു, ഉടനെ അരി കഴുകിയിട്ട്, ഉടനെ അങ്ങോട്ട് കൊപ്രാട് മാറ്റി നോക്കി, ഉടനെ മുളക് എരിയാൻ നോക്കി, ഉടനെ ചേട്ടനെ വിളിച്ചു, ഉടനെ പിന്നെ മണി അടിച്ച് തരാൻ നോക്കി, ഉടനെ കോഴി ഓടിച്ചു, പൂച്ചയെ ഓടിച്ചു, കൊച്ചിനെ വിളിച്ചു, അമ്മയെ വിളിച്ചു, ഇങ്ങനെ ഇതിനിടയ്ക്ക് പുറവുറക്കുകയും ചെയ്യും. ഇതിനിടയ്ക്ക് ഗുണഗുണഗുണാന്ന് പുറവുറത്തുണ്ട്. ഈ പുറവുറപ്പില്ല കുറേ സമാധാനം ഉണ്ടായിരുന്നു. സേമിയ പായസം ഉണ്ടാക്കിയിട്ട് കോളാമ്പി വിളമ്പുന്ന പോലെ പുറവുറക്കുകയും ചെയ്യും. ഇങ്ങനെ ഓടി നടന്ന് പലതും ചെയ്യുന്നത് കൊണ്ട് 10 മണ കിടക്കുകയും ചെയ്യും. ഒത്തിരി എണ്ണം ചെയ്യും. ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് പയറേറിയ അവൾ വെച്ചിരിക്കുന്നത്, വൻപയറാണ്. അത് നേരത്തെ വെള്ളത്തിലിട്ടു, അതിലെന്താണ് ഒരു അടുപ്പയിലിട്ട് വെള്ളം അങ്ങോട്ട് തിളച്ച് പറ്റാറായി പയർ അങ്ങോട്ട് വെന്തു. അവൾ കുറച്ച് തേങ്ങായും ചിരണ്ടി പച്ചമുളക്, ഇച്ചിരി വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കരിയാപ്പല, ഇതൊക്കെ പോരെ. എന്നിട്ട് ഒന്ന് ചായച്ചെടുത്താൽ മതി. ഒന്ന് ഒതുക്കിയെടുത്തിട്ട് പയറിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി വെക്കുക, ഇച്ചിരി ഉപ്പ് ഒഴിക്കുക, അടച്ചു വെക്കുക. ആവി കയറി കഴിയുമ്പം പിന്നെ ഒന്ന് ഇളക്കുക, പോരെ. പിന്നെ ഞാൻ സൂപ്പർ കുക്കല്ലേ, പിന്നെ ഞാൻ നല്ല കുക്കാണ്. എന്നിട്ട് ഈ ഉപ്പ് ഒഴിച്ച് ഇതങ്ങോട്ട് അടച്ചു വെച്ചു. ഇനി ആവി കയറിയാൽ മതി. ആ നേരം കൊച്ചു കരഞ്ഞു, കൊച്ചിനെ ആട്ടി ഉറക്കെ ചോടി വന്ന് വെച്ച് ഈ അടപ്പങ്ങോട്ട് വെച്ചു. പിന്നെയും കുറേ ഉപ്പെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. നേരത്തെ ഒഴിച്ചത് അങ്ങ് നാക്ക് പൊങ്ങുമല്ലോ ഇപ്പം. നേരത്തെ ഒഴിച്ച് അങ്ങ് മറന്നുപോയി. പിന്നെയും കുറേ ഉപ്പെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. പൊന്നു മോനെ, ഇന്ന് ചോറിന് കിട്ടുന്ന എന്നാ പയർ കറിയാടാ മോനെ, ഉപ്പിലിട്ട പയർ. നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കണി, അങ്ങനെ പറയല്ലേ. എന്നെ ടേസ്റ്റ് അടി മോളെ, അങ്ങനെ പറയാവൂ. അല്ലേലും എൻ്റെ കൊച്ചിൻ്റെ കൈ കൊണ്ട് വല്ലതും ഉണ്ടാക്കിയ എന്നെ ടേസ്റ്റാ എൻ്റെ അമ്മേ. ഉപ്പങ്ങോട്ട് തീരെ വല്ലാതെ കൈപ്പാണ്, തീരെ നിവൃത്തിയില്ലെങ്കിൽ ചൂട് ചോറിനകത്തോട് ശകലം പയറങ്ങോട്ട് കോരിയിടണം. എന്നിട്ട് ഉരുട്ടി ഇളക്കി അടിക്കണം. അതിനാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. എന്നതാ ഒന്ന് ഉറക്കെ പറഞ്ഞൊരു കേട്ടോട്ടെ, എന്നാ പറയുന്നത് അതിന്? അഡ്ജസ്റ്റ്മെന്റ്. പൊന്നു മോനെ, അഡ്ജസ്റ്റ്മെന്റ് പറ്റുകയില്ലാത്തവൻ അച്ഛനാകാൻ പൊക്കോണം. അന്നേരം കറക്റ്റ് ഉപ്പ് നോക്കി മടത്തിന്ന് കൊടുത്തു വിടും. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നീ നല്ല കിണ്ണനായിട്ടും ഭംഗിയായിട്ടും ചെയ്യും, പക്ഷെ നീ ഒന്നേ ചെയ്യുള്ളൂ. അത് വെച്ചോണ്ട് നീ അവളെ ദൈവത്തെ ഓർത്ത് അളക്കരുത്. അവൾ ചെയ്യുന്നതിനകത്ത് അപങ്കത വരുന്നത് ഒരേ കാര്യം ഒരേ സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. അത് 2 കൂട്ടരും മനസ്സിലാക്കണം. 1, 2, സ്ത്രീ ഒരു കാര്യം പറഞ്ഞാൽ അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം പോലെ ഡ്രസ്സ് സാധനമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു പുതിയൊരു ജൗളിക്കട വന്നിട്ടുണ്ട്. അവിടെ പുതിയ ബ്രാൻഡിൻ്റെ ഏതാണ്ട് 3-4 കഷ്ണം തൂക്കിയിട്ടിട്ടുണ്ട്. അവൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, 25 കോടി എങ്ങാണ്ട് അവക്കുണ്ട്. ആ പുതിയ ജൗളിക്കടയിൽ ആ ഡിസൈൻ, ആ കളറിൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നാളെ ഒരു 2 എനിക്ക് മേടിച്ചോണ്ട് വരണേ. പിന്നെ വൈകുന്നേരം വരുമ്പം പറയും, അത്താഴം ഉണ്ണുമ്പം പറയും, പിന്നെ കിടക്കാൻ നേരത്ത് പറയും, ബെഡ്റൂമിൽ ചെന്ന് ഒന്നുകൂടെ പറയും, പിന്നെ അവൻ കിടന്ന് പുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ പറയും, പിന്നെ ഉറക്കം പിടിച്ചു ഒന്ന് കുലിക്കേച്ച് മറക്കല്ലേ ഞാൻ പറഞ്ഞത്. നാളെ നേരെ വെളുക്കുമ്പം ഒന്ന് പറയും, പല്ല് തേക്കുമ്പം പറയും, പിന്നെ കുളിക്കുമ്പം പറയും, കാപ്പ് കുടിക്കുമ്പോൾ പറയും, പോകാൻ നേരത്ത് പറയും. ഇവൻ അങ്ങോട്ട് അരിശുവും പറയും, ഞാൻ എന്നടി മന്ദബുദ്ധിയാണോടി, എൻ്റെ ചെവിക്കെന്നടി തുളയില്ലേടി, നീ പറയുന്നത് ഞാൻ കേട്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ തരാമെന്ന് പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യമുണ്ടാവും, നിന്റെ പറച്ചിൽ കേട്ടാൽ ഞാൻ പൊട്ടനാന്ന് തോന്നും. അങ്ങനെയൊന്നും പറയല്ലേ. സ്ത്രീയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം. അങ്ങനെ ആവർത്തിച്ച് അവൾ പറയുമ്പോൾ നീ എന്നാ പറയണം, എൻ്റെ പൊന്നിന് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്. ആ ചിരി കണ്ടോ, എൻ്റെ ദൈവം തമ്പുരാനെ കണ്ടോ, എന്താ സന്തോഷം നോക്കി. എല്ലാവരും കൂടെ ലോട്ടറി അടിച്ച പോലെ ചിരിക്കുന്നത്. എൻ്റെ മുത്തിന് ഞാനല്ലാതെ വേറെ, എൻ്റെ മുത്ത് എന്നാ പറഞ്ഞാലും സാധിച്ചു തരികയില്ല, ഞാൻ കൊണ്ട് തരികയില്ല, നിങ്ങൾ മേടിക്കുകയും വേണ്ട കൊടുക്കുകയും വേണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതിന് ഫസ്റ്റ് പാർട്ടിയാണല്ലോ അച്ഛനെന്ന്. എടി കല്യാണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയില്ലല്ലോ, തുടങ്ങട്ടെടി, അന്നേരം നമുക്ക് ഒപ്പിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അവർക്ക് വേണ്ട അതേ ഉള്ളൂ, ആ ഒരു സ്വീകാര്യത. ഞാൻ ഓർക്കായിരുന്നു ഒരിക്കൽ, പിന്നെ
ഞാനായിട്ട് സാമ്പത്തികമായിട്ട് പലരുടെയും പുറകെ നടന്ന് കൈ നീട്ടി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. വീട് തൂത്ത് പാരിപ്പോയതാണ്, ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു വീടാണ്. അതിൻ്റെ വീടൊന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ തത്രപ്പെട്ടിങ്ങനെ കൂടി നടക്കുക ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കെട്ടിച്ചൊരു പെണ്ണ് അതിൻ്റെ വാർഷികത്തിന് പിന്നെ ഒരു ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് അവളുടെ ഭർത്താവിനോട് അവൾ പറഞ്ഞു. സാമ്പത്തികം ഒന്നുമില്ല, ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഓടിക്കുന്നത്. പിന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായി പോയി. അവളുടെ ആദ്യത്തെ വിവാഹ വാർഷികത്തിന് അന്ന് ഒരു സാധനവും കിട്ടാഞ്ഞിട്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ കാപ്പി കുടിക്കാനെത്തുമ്പോൾ അവൾ ഒരുമാതിരി കരഞ്ഞു. എന്നോട് ഫോൺ വിളിച്ചവൾ പറഞ്ഞതാണ്, കരഞ്ഞു പറഞ്ഞു, വിവാഹ വാർഷികം ആയിക്കൊണ്ട് പിന്നെ ഒരു തൂവാല പോലും മേടിച്ച് എനിക്ക് തന്നില്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഭർത്താവ് എഴുന്നേറ്റു. അവൻ കേട്ടച്ച് കരഞ്ഞു പോയി. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു വെച്ച് പറഞ്ഞു, എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ചത് പപ്പയുടെ ഇപ്പോൾ ഒരു പൈസ ഇല്ലാഞ്ഞിട്ട് പൊന്നിന് ഞാൻ 1 തരം നല്ല 2 സാരി പിന്നെ പപ്പ മേടിച്ചു തരാം. അവൾ പറയുകയായിരുന്നു, എൻ്റെ 1000 സാരി കിട്ടിയ പോലെയുള്ള അനുഭവം എനിക്കുണ്ടായെന്ന് പറഞ്ഞു. തൃപ്തിയായി എന്ന് പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിച്ച് എൻ്റെ പൊന്നിന് ഞാൻ മേടിച്ചു തരാം, പപ്പയുടെ ഇപ്പം പൈസ ഇല്ലാഞ്ഞിട്ട് എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞു. കണ്ടോ, അതാണ് അവർക്ക് വേണ്ടത്. അല്ലാണ്ട് വില കൂടി ഒത്തിരി സാധനമല്ല. ആ വാക്കിനകത്ത് ആ സ്നേഹം മുഴുവൻ അവൾ പറയുകയായിരുന്നു. എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പോയി. എന്നെ കെട്ടിപ്പിടിച്ച് രൂപ എന്ന് അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നെ ഞാൻ മേടിച്ചു തരാം, പപ്പയുടെ പൈസ ഇല്ലാതെ പോയിട്ടാണ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് തൃപ്തിയായി അച്ഛൻ എന്നോട് ഫോൺ വിളിച്ചു. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയെന്ന്. സ്ത്രീക്ക് ഇത്രയും നിസാരമായത് പുരുഷന് ഇത്രയും ഗൗരവമുള്ളതാണ്. കണ്ടോ, പുരുഷന് ഇത്രയും നിസാരം, സ്ത്രീക്ക് ഇത്രയും ഗൗരവവും. ഇത് ഇരു കൂട്ടരും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം പുരുഷന്മാർക്ക് ഗൗരവമുള്ള എന്നതാ. പുരുഷന്മാർക്ക് ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഇറക്കിപ്പണയം, തീരാധാരം, ഒറ്റി, നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, ജോസഫ്, മാണി, ജോസ് കെ മാണി, അവൻ്റെ ബമ്പർ നോത്തി, ഇതെല്ലാം ഇപ്പം വിഷയങ്ങളാണ്. ഈ ദിവസങ്ങളിലെ സംസാരങ്ങൾ അത് അവരുടേത്. പത്രവും ചാനലിലെല്ലാം വരുന്ന അതാണല്ലോ. അപ്പം പെണ്ണുങ്ങൾക്ക് ഈ രാഷ്ട്രീയം അവർക്ക് പെണ്ണുങ്ങളുടെ കൺസേൺ എന്നതാ. ലിപ്സ്റ്റിക്ക്, കൺമഷി, ഐബ്രോ, പൊട്ട്, കൊലുസ്, പെർഫ്യൂമ്, പൗഡർ, പിണ്ണാക്ക്, പയറ്, പഞ്ചാര, ഇതാണ് അവർക്ക് മെയിനായിട്ടുള്ളത്. ഇവരാരും പെണ്ണുങ്ങളാരും വരുന്നത് ജോസഫിന് സീറ്റ് കിട്ടിയോ, മാണി എന്നാ പറഞ്ഞു, കെ എം മാണി എന്നാ പറഞ്ഞു, പിന്നെ തൃശ്ശൂർ വേണം, ചാലക്കുടി വേണം, അല്ലെങ്കിൽ ഇടുക്കി വേണമെന്ന് പറഞ്ഞു, പിന്നെ ബാലകൃഷ്ണപിള്ള എതിരെ പോയി, VS എന്നാ പറഞ്ഞു, നരേന്ദ്രമോദി എന്നാ കാണിക്കുന്നു, രാഹുലപ്പം വന്നു. അവളുമാർക്ക് അത് വലിയ വിഷയമൊന്നും അല്ല. പുരുഷന്മാർക്ക് ഇതിലും വലിയൊരു കൺസേണാണ്. നിങ്ങൾക്ക് ഈ ഇറക്കി പണയം, തീരാധാരം, ഒറ്റി, ബാങ്ക്, ജോലി, ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, വീസ, ഇതെല്ലാം ഗൗരവമുള്ളതാണ്. നിങ്ങൾക്ക് വീടിൻ്റെ പണി, പൂർത്തീകരണം, ഇവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അവർക്ക് അവരുടെ അടുക്കള ചുറ്റുമുള്ള കാര്യങ്ങളും അവർക്ക് അതാണ് വലുത്. ഇപ്പം നോക്കിയാണ് കൊച്ചു കരയുമ്പോഴത്തേക്കും തള്ള എടുത്തുകൊണ്ട് മുത്തേ ചക്കര ഇന്ന മോനെ കരയാതെ ഇന്ന കരയാതെ ഇന്ന കളിച്ചു എന്നതാ വസ്തുവിൻ്റെ തീരാധാരമാണ് കളിക്കാൻ എടുത്ത് കൊടുക്കുന്നത്. എന്നതാണ് നീ കാണിക്കുന്നത്? എന്നതാ എൻ്റെ പപ്പ നിങ്ങൾ തിന്നാൻ വരുന്നത്? കടലാസല്ലേ താൻ, സ്വർണ്ണമൊന്നും അല്ലല്ലോ. കണ്ടോ, ഈ കടലാസിൻ്റെ വില അവർക്കറിയത്തില്ല. ആ കടലാസിൻ്റെ വില അവർക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതവർ നിസ്സാരമായിട്ട് കാണും. അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം പറഞ്ഞാൽ സ്ത്രീ വികാര നിർഭരയാണ്, പുരുഷൻ വികാര നിർഭരനല്ല. അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 102 ഡിഗ്രി 103 ഡിഗ്രി പനി വന്നാൽ കൊച്ചിനെ മടി വെച്ചുകൊണ്ട് തള്ള കരയും, പുരുഷൻ കരയത്തില്ല. ഇപ്പം തന്നെ നോക്കുകയാണെ, ഞങ്ങളൊക്കെ എന്തുമാത്രം ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൻ്റെ ശവസംസ്കാരം അല്ലെങ്കിൽ അമ്മയുടെ ശവസംസ്കാരം പിന്നെ സമയം 6 ആകുമ്പോഴത്തേക്കിനും ആൺപിള്ളേരൊക്കെ ആ ശവത്തിൻ്റെ അടുത്ത് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണാം. കെട്ടിച്ചു വിട്ട 2-3 പെൺപിള്ളേർ കാണും. അവളുമാർ വന്നിച്ച് ആകെ അപ്പാടെ വിഷമിച്ച് നിൽക്കും. അങ്ങോട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ശവം അങ്ങോട്ട് എടുക്കാൻ നേരത്ത് വിടവാങ്ങുന്നേ അമ്മച്ചനോട് ഉരുളി കൊണ്ടുപോകാൻ പറഞ്ഞതായിരുന്നു, പോയല്ലോ എൻ്റെ മാതാവേ. ഉണ്ടോ, പദം പെറുക്കി അങ്ങോട്ട് തുടങ്ങും. ഇത് എന്നാ പറഞ്ഞോണ്ടാ? അതിനു മുമ്പ് ഉരുളി കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞോണ്ടാ കാരണം. അപ്പോൾ ആങ്ങളെ തോളത്തിട്ട് ഞാൻ കൊണ്ടുക്കോ ഉരുളി ഒപ്പിച്ചെടുത്ത്. ഇനി ഒരു 4 കുപ്പി പാല് കിട്ടുന്ന ഒരു പശു ഉണ്ട്, അതിനെ കൂടെ ഒപ്പിക്കണം ഇനി. കണ്ടോ, ഇത് പറഞ്ഞോണ്ടാ ഇവർ കരയുന്നത്. ഈ അടുത്ത നാൾ ഞാൻ ഒരിടത്തൊരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. പെട്ടെന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പം അപ്പൻ പെട്ടെന്ന് വീട്, അനിയന്മാരുടെ കൂടി ഒന്ന് കളിക്കുകയായിരുന്നു, പെട്ടെന്ന് വീട് മരിച്ചതാണ്. പിറ്റേ ദിവസമായിരുന്നു ശവസംസ്കാരം. പള്ളിയിൽ നിന്ന് പിന്നെ ഞാനായിരുന്നു കാർമികൻ. പള്ളിയിൽ നിന്ന് പെട്ടിയെടുത്ത് ഓണത്തളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം കെട്ടിച്ചു വിട്ടു ഒരു പെണ്ണ്. പപ്പായെ ഒന്നുകൂടെ നോക്കിയേച്ചു പോവും. നടക്കുവോ? ഉടനെ അതിൻ്റെ ഇളയത് പുറകെ വന്ന് വെച്ച് പപ്പ ഇവിടെ ഇരുന്ന് പപ്പായ്ക്ക് വരെ ഞാൻ പൊക്കോളാം. നടക്കുവോ? സെൻസില്ല, റീസണിങ് ഇല്ല. അതാണ് മാൻ ഈസ് ലെഡ് ബൈ റീസൺ, വുമൺ ഈസ് ലെഡ് ബൈ ഇമോഷൻ. കരഞ്ഞാൽ, അലച്ചിട്ടല്ലി കരഞ്ഞാൽ മരിച്ച അമ്മ എഴുന്നേറ്റ് വരികയല്ല, അത് റീസണിങ്ങാ.
അത് പുരുഷനുണ്ട്. സ്ത്രീക്ക് റീസണിങ് ഇല്ല. കരഞ്ഞാൽ കൊച്ചിൻ്റെ പനി കുറയുകയില്ല. അത് റീസണാണ്. സ്ത്രീക്ക് റീസണിങ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് വേറൊരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം പറഞ്ഞാൽ, പുരുഷന്റെ കണ്ണ് ചെല്ലാത്തിടത്ത് സ്ത്രീയുടെ കണ്ണ് ചെല്ലും. സ്ത്രീകൾക്കുള്ള പവറും കഴിവെന്ന് പറയുന്നത് എന്നതാ. അതുപോലെ മനസ്സിലാക്കി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ കഞ്ഞി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, പാത്രം കഴുകി, തുണി അലക്കി, മുറ്റം ഒടിച്ച് കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങളാണ്. ഇന്ന് അവളുമാർ കയറാത്ത ഫീൽഡ് എവിടെയുണ്ട്? സ്ത്രീയുടെ കണ്ണെന്ന് പറഞ്ഞാൽ പുരുഷന്റെ കണ്ണ് ചെല്ലാത്തിടത്തില്ല. മേൻ ഹാസ് സൈറ്റ്, വുമൺ ഹാസ് ഇൻസൈറ്റ്. പുരുഷന് ദൃഷ്ടിയുള്ളപ്പോൾ സ്ത്രീക്ക് ദീർഘദൃഷ്ടിയുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാർ എന്തെങ്കിലും കുഴഞ്ഞ പ്രശ്നം കുടുംബത്തിൽ സാമ്പത്തികം അങ്ങോട്ട് അല്ലാത്തതായിട്ട് പ്രശ്നമുള്ളപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് മറുപടി ഉണ്ട്. അതിന് നിന്റെ ഭാര്യ പറഞ്ഞു തരും നിനക്ക് അതിനുള്ള മറുപടി, സൊല്യൂഷൻ. വിഷമിക്കണ്ട, ജാകാൻ തുടങ്ങണ്ട, വിഷം കഴിക്കണ്ട, തൂങ്ങാൻ പോകണ്ട. ഒരു ചില കഴിവുകൾ പുരുഷന്മാർക്ക് ദൈവം കൊടുത്തു, പോരാത്ത കഴിവുകൾ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തു. രണ്ടും കൂടെ പൊരുത്തപ്പെട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആത്മീയവും മനഃശാസ്ത്രപരമായും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കണം, സ്ത്രീ പുരുഷനെ മനസ്സിലാക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് പുരുഷനാണെന്ന് എല്ലാ സ്ത്രീയും മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഭാര്യ ഒരു പെണ്ണാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ആത്മീയവും വൈകാരികവും ശാരീരികവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം ഇപ്പം ഞാനൊന്ന് പറഞ്ഞു